എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ലോട്ടറി ഏജൻസി എങ്ങനെ എടുക്കാമെന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തു. അത് പ്രകാരം കുറേ ആളുകൾ ഏജൻസി എടുത്തു. അത് കഴിഞ്ഞ ശേഷം ലോട്ടറി ടിക്കറ്റ് കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞ് വിളിക്കലൊക്കെ ഉണ്ടായി. ഞാൻ ഇങ്ങനെ ആലോചിച്ചിനി എന്തപ്പം ഇതിന് പറ്റിയൊരു പരിഹാരം ഉണ്ടാവുക. അപ്പോഴാണ് വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ എന്ന് ചിലർ പറയുന്നു. കൊടുക്കാൻ പറ്റില്ല, കാരണം വിവരാവകാശ നിയമത്തിൽ ലോട്ടറി എന്ന് പറയുന്ന ഇതിനെ പറ്റിയിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഒരു അപേക്ഷ കൊടുത്തു നോക്കാം. കാരണം മറുപടി കിട്ടണമെങ്കിൽ കിട്ടട്ടെ, അതിനുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഓഫീസുകളിലുള്ള രേഖകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മറുപടി കിട്ടുക എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്കിതിനെപ്പറ്റി അറിയാനുള്ളൊരു അവകാശം അതുണ്ടോയെന്നറിയാലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് അപേക്ഷ കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് ഒരു വെള്ള പേപ്പറിൽ നമുക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഈ അപേക്ഷ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് A4 ഷീറ്റിൽ നമ്മൾ ടു ഫ്രം വെച്ചിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുമല്ലോ. അപ്പോൾ ഫ്രമ്മിൽ നമ്മുടെ അഡ്രസ്സും, ടൂവിൽ ആർക്കാണ് അപേക്ഷ കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ അപേക്ഷ വയ്ക്കുക. അപ്പോൾ ഈ അപേക്ഷ നമ്മൾ കൊടുക്കുന്നത് എല്ലാ ഓഫീസുകളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും. അവർക്കാണ് ഇപ്പം നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത്. അതുപോലെ ഈ ലോട്ടറി ഓഫീസിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊന്ന് നമുക്ക് കൊടുത്തു നോക്കാം, എന്താണ് അവരുടെ മറുപടി എന്ന് നമുക്കറിയാലോ. അതായത് നമ്മളൊരു ഏജൻസി എടുത്തു, ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏജൻസി തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അക്കട്ടിട്ടോ ഇങ്ങനെ നമ്മുടെ ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ ഇത് വിവരങ്ങൾ അറിയാൻ പറ്റുമോ എന്നുള്ളത് അറിയാമല്ലോ. ഇനിയിപ്പോൾ ഇതിൽ അറിയാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എന്നാലും നമുക്കിതൊന്ന് ശ്രമിച്ച് നോക്കാമല്ലോ. അതായത് ഇത്ര ടിക്കറ്റുകളൊക്കെ അച്ചടിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ഏജൻസി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏജൻസി എടുത്ത ഒരാൾക്ക് ടിക്കറ്റ് കിട്ടാൻ ഇല്ല വെച്ചാൽ പിന്നെ അന്നെങ്കിൽ ഏജൻസി കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതറിയാനുള്ളൊരു അവകാശം നമുക്കില്ലേ. കാരണം കണ്ടമാനം ടിക്കറ്റുകൾ വരുന്നുണ്ട്, കണ്ടമാനം ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ ഓരോ ഏജൻസിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാരണ ഒരു ഏജൻസി എടുത്ത ഒരാൾക്ക് ഒരു ദിവസം ഒരു 2-3 ബുക്കോ കൊടുക്കാൻ പറ്റില്ല. അതിപ്പോൾ മറ്റവരിൽ നിന്ന് മേടിച്ചിട്ട് നമുക്ക് തരാനുള്ള ഒരു നിയമം ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര ടിക്കറ്റ് വെച്ചിട്ടാണ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ടോ? അല്ലെങ്കിൽ അത് കണ്ടമാനം കുറേ ആൾക്ക് കൊടുക്കുക, ഒരാൾക്കാർക്ക് ഒന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ അത് നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുക. ഈ അപേക്ഷയിൽ നമ്മൾ ഈ ഓഫീസർക്ക് കൊടുക്കുക. അപേക്ഷയിൽ അതായത് കോർട്ട് ഫീസ് സ്റ്റാമ്പ്, ഒരു 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഈ അപേക്ഷയുടെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിക്കണം, ഏറ്റവും മുകളിൽ ഒട്ടിക്കുക. അപ്പോൾ ഈ അപേക്ഷ കൊടുക്കുക നമുക്ക് സാധാരണ തപാലിലും നമുക്ക് അപേക്ഷ കൊടുക്കാം, രജിസ്റ്റർ തപാലിലും നമുക്ക് അപേക്ഷ കൊടുക്കാം. നമ്മുടെ അപേക്ഷ അത് പരിഗണിക്കുന്നതാണെങ്കിൽ നമ്മൾ അവർക്ക് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ നമുക്ക് മറുപടി തരും. അത് തപാൽ മുഖേന തന്നെ നമ്മൾ തന്നെ അറിയിക്കും. പക്ഷേ ഇതിപ്പോൾ നിരസിക്കുകയാണെങ്കിലും അവർ നിരസിച്ചതിനുള്ള കാരണം അതിപ്പോൾ ഇത് കൊടുക്കാനുള്ളതില്ല എന്ന് എന്നിട്ടായാലും നമുക്ക് വിവരങ്ങൾ നമുക്കത് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വിവരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളൊരു ഏജൻസി എടുത്തിട്ട് നമുക്കൊന്നും ഒരു ഇതുമില്ല എന്നുള്ളത്, നമുക്കിപ്പോൾ എവിടെ ഇത് അപേക്ഷ കൊടുക്കുക, എന്താ ചെയ്യുകയെന്ന് ഒരു ഇതുമില്ല. കാരണം ഏജൻസി എടുത്തിട്ട് നമ്മളോട് പോകുമ്പോൾ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ ഒഴിവുള്ളപ്പോൾ ഇനി ബാക്കി കിട്ടുമ്പോൾ നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഇത് നമുക്ക് എന്ന് കിട്ടും, എപ്പോൾ കിട്ടും, ഇനി ഇതിനൊരു നിയമമുണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ഇത് നമുക്ക് നോക്കിക്കൂടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു 10 ആൾക്കാർ ഇതിനൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു തീരുമാനം എന്തെങ്കിലും വന്നാലോ. അതല്ല നമുക്ക് ഇനി ഇതിൻ്റെ അപേക്ഷ വേറെ എവിടെ കൊടുക്കുക
കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കിട്ടുമെന്നുള്ള വിവരം നമുക്ക് ഇത് ഈ അപേക്ഷയിലൊന്ന് ചോദിച്ചു നോക്കിയാൽ പറ്റിയെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. അതായത് ഇപ്പോൾ ഈ കുറേ ആൾക്കാർ ഏജൻസി എടുത്തിട്ടുണ്ട്, അവർക്കൊന്നും ടിക്കറ്റ് കിട്ടണില്ല എന്ന് വരുമ്പോൾ അതൊരു വിഷമമുള്ള ഒരു കാര്യമല്ലേ. അതേസമയം അന്ന് ഇതേപോലെ ഈ ഒരേ ഏജൻസി എടുക്കുമ്പോൾ ഒരേ ഫീസാണല്ലോ ഈ തോനെ ടിക്കറ്റ് എടുക്കണവരും കുറച്ച് ടിക്കറ്റ് എടുക്കണവർക്കൊക്കെ ഒരേ ഫീസാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഈ അതിനുള്ളൊരു അവകാശം ഈ ആൾക്കാർക്കുള്ള അവകാശം നമുക്കുണ്ടല്ലോ. ഈ ഫീസ് കൊടുത്തിട്ട് നമ്മൾ ഏജൻസി എടുത്ത് അവരും ഫീസ് കൊടുത്തിട്ട് തന്നെ ഏജൻസി എടുത്തേക്കണം. ഒരേ ഫീസ് കൊടുത്തിട്ട് ഏജൻസി എടുക്കുമ്പോൾ അവർക്കൊരു നിയമം മുമ്പൊരു നിയമം അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഈ സാധാരണ അവരിൽ നിന്ന് നമുക്ക് കുറച്ച് ടിക്കറ്റ് അവർ ആക്കിയിട്ട് തരാനുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കുക. ഒരു 10 ആൾക്കാരെങ്കിലും ഇതിനൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇതിന് വന്നാലോ. ഇനിയിപ്പോൾ അങ്ങനെ വിവരാവകാശ നിയമത്തിൽ ഇത് പെട്ടിട്ടില്ലെങ്കിലും അത് ഏതെങ്കിലും ഒരു തരത്തിൽ അവർ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഇതിങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഇതിനൊരു മറുപടി കിട്ടുമല്ലോ നമുക്ക് എന്താണ് ഇതിനുള്ളത് എന്ന്. അതിപ്പോൾ ഇതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്ത് ഏജൻസിയിൽ എല്ലാവർക്കും നമുക്ക് ടിക്കറ്റ് കുറച്ചെങ്കിലും കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ വിവരാവകാശത്തിൽ ഇത് പെടില്ല വെച്ചാൽ ഒരു രക്ഷയില്ല. പക്ഷെ നമുക്കത് കിട്ടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ഇതിന് വേണ്ടിയിട്ട് ഇതായിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയല്ലേ. കാരണം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇത് നല്ലപോലെ ഇത് ടിക്കറ്റ് എടുത്തിട്ട് കച്ചവടം നടത്തുന്നു, അവർക്ക് വരുമാനങ്ങൾ ഉണ്ടാവുന്നു. ഇത് ഒരു ചെറിയ ആൾ വന്നിട്ട് ഒരു ടിക്കറ്റ് എടുത്ത് ഒരു 2 ബുക്കോ 3 ബുക്കോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏജൻസി എടുക്കുന്ന ആൾക്കാരുള്ളത്. ചിലവർ അവർക്കൊന്നും കൊടുക്കാണ്ട് ഈ വലിയ ആൾക്കാർക്ക് മാത്രം ഇങ്ങനെ കുറേ ടിക്കറ്റുകൾ കൊടുക്കുന്നതിനൊരു ഇത് വേണമല്ലോ. കാരണം ഈ ഏജൻസി ഓഫീസിൽ എന്താ അവർ കാണിക്കുന്നത്? കാരണം ഇത് ഒരു 10 ബുക്ക് ഓരോരുത്തരേന്ന് 100 ബുക്ക് 200 ബുക്കൊക്കെ മേടിക്കണവരെന്ന് ഒരു 10 ബുക്ക് ഓരോരുത്തരേന്ന് മാറ്റിയിട്ട് സാധാരണ ഈ വരുന്ന ആൾക്കാർക്ക് ഒരു 2 3 ബുക്കോ കൊടുക്കാൻ പറ്റില്ലേ? അതെന്താ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് വരുന്നത്? അപ്പോൾ അവർ സ്ഥിരമായിട്ട് എടുക്കില്ല എന്നുള്ളൊരു ന്യായം പറഞ്ഞിട്ടാണെങ്കിൽ നോക്കി നോക്കുക. അപ്പം ഇല്ലാച്ചാൽ അവർക്ക് ഈ ആൾക്കാർക്ക് തന്നെ തിരിച്ച് നമുക്ക് ഒരു 5 ബുക്ക് 6 ബുക്ക് കൊടുക്കാമല്ലോ. ഈ ഒന്നായിട്ടല്ലല്ലോ 100 ബുക്കോ 200 ബുക്കൊക്കെ എടുക്കണവരെന്നാണല്ലോ നമ്മൾ ഒരു 5 ബുക്കോ 10 ബുക്കോ കുറച്ചിട്ട് സാധാരണ ഈ എടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറയണത്. അപ്പോൾ അത് എത്രയെങ്കിലും ആൾക്കാർ ചർച്ച ചെയ്തിട്ട് പറയുന്നുണ്ടാവും. ഇവരത് കണ്ടില്ല എന്ന് വെച്ചിട്ട് ഒറ്റ അടിക്ക് ഒരു വലിയ ബാഗ് നിറയെ ആൾക്കാർക്ക് അങ്ങോട്ട് ടിക്കറ്റ് കൊടുത്താൽ അവർക്ക് എളുപ്പമായി. കാരണം ഒരാൾക്കല്ല ഇതിന് വേണ്ടി നോക്കണ്ടോ, ബാക്കിയുള്ളവർക്കും കൊടുക്കും വേണ്ട, ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒരാളും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യണില്ല. ആരോക്കും ഒരു ഇതുമില്ല. കാരണം അന്നത്തെ ചോദിച്ചും പറഞ്ഞാൽ ആരോടൊക്കെ ചോദിക്കും പറഞ്ഞാൽ ഇല്ലേട്ടാ ടിക്കറ്റ് ഇല്ലേട്ടാന്ന് പറഞ്ഞാൽ മുഖം താഴ്ത്തിയിട്ട് ആൾക്കാരങ്ങോട്ട് പോകും തന്നെ. അതിന് മറുപടിയോ അല്ലെങ്കിൽ ഒന്നും പിന്നെ ചോദിക്കാനും പറഞ്ഞ തല്ലൂട്ടത്തിന് ഒന്നും നിൽക്കാനും പാടില്ലല്ലോ. അപ്പോൾ അവരും തല താഴ്ത്തിട്ട് അങ്ങോട്ട് പോകും തന്നെ. ഈ മേടിച്ചിട്ട് കിട്ടണവർ ഇഷ്ടം പോലെ ടിക്കറ്റ് കൊടുത്ത് അവർ വലിയ വലിയ മറ്റുള്ള ആൾക്കാരെ കളിയാക്കിയ പോലെയുള്ള ചിരിയും ചിരിച്ച് അവർക്കണ്ട് ഇഷ്ടം പോലെ പോവാം. നമുക്ക് ഈ 2 ടിക്കറ്റിന് വേണ്ടി പോണവർ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു അപേക്ഷ കൊടുത്ത് നോക്കാം. അപേക്ഷ കൊടുത്തിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരു കാര്യമല്ല. അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കുക. ഇതിപ്പോൾ ഒരു 10 രൂപയുടെ കാര്യമല്ല, വേണ്ട. ഈ അപേക്ഷ എഴുതിയിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പോസ്റ്റ് ഒക്കെ കൂടിയിട്ട് ഒരു 10-25 രൂപ ആകെ നമുക്ക് വരുള്ളൂ. ഈ 25 രൂപയിൽ നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയാലോ. വിവരാവകാശത്തിൽ ഈ ലോട്ടറി പെടില്ല എന്ന് പറയുകയാണെങ്കിൽ പോട്ടെ, 25 ഉറുപ്പ്യല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കുക, എത്ര രൂപ നമ്മൾ അങ്ങനെ പോണു. അഥവാ കിട്ടുകയാണെങ്കിൽ ഒരു ഭാഗ്യമായില്ലേ നമുക്ക്. അപ്പോൾ ഇതിന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് വല്ലവരും ചെയ്യണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത്. ചില ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് സ്ഥിരമായിട്ട് ചെയ്യാണ്ട് നല്ലതായാലും ചീത്തയായാലും ചെയ്യും. അവരോടെ കാര്യമല്ല. അപ്പോൾ അവർ കമൻറ്റ് ചെയ്യുമെന്നൊക്കെ ഉറപ്പാണ്. അല്ലാത്തവരോട് ഇതിന് വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ അയക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനു കൊണ്ട് ഒന്ന് ഒത്തുപിടിച്ചാൽ നമുക്ക് ഒരു വിജയം കണ്ടെത്തിയാലോ. ഇല്ലെങ്കിൽ പോട്ടെ. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കുറേ അപേക്ഷ ചെന്ന് കഴിഞ്ഞാൽ ഇതിന് വിവരാവകാശ നിയമം ഇല്ലെങ്കിലും ഇങ്ങനെ അപേക്ഷകൾ ചെന്നു എന്നുള്ളതെങ്കിലും ഒരു ഇതുണ്ടാവുമല്ലോ. ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് അപേക്ഷകൾ വന്നു എന്നുള്ളൊരു കാര്യമെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ആരെങ്കിലുമൊക്കെ ഇതിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ച് നോക്കുക. ഇതിപ്പോൾ വലിയ കേസുള്ള കാര്യമൊന്നുമല്ലല്ലോ. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാനും പറയാനും അല്ലേ. അപ്പോൾ ഒന്ന് നോക്കി നോക്കുക ആരെങ്കിലും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.